കർണാടക ഷിരൂരിൽ ട്രഡ്ജർ ഉപയോഗിച്ച് ഗംഗാവാലി പുഴയിൽ തെരച്ചിൽ 5ാം ദിനവും തുടരും. ഇന്നലെ നടത്തിയ തെരച്ചിലും അർജുന്റെയോ ട്രക്കിന്റെയോ സൂചനകളൊന്നും ലഭിച്ചില്ല. നേരത്തെ ലോഹസാന്നിധ്യം കണ്ടെത്തിയ കോണ്ടാക്ട് പോയിന്റ് 3ഉം 4ഉം കേന്ദ്രീകരിച്ചായിരുന്നു തെരച്ചിൽ. ഷിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായി 70 ദിവസം പിന്നിടുകയാണ്. 3ാം ഘട്ട തെരച്ചിൽ 4 ദിവസം കഴിയുമ്പോഴും അർജുനെക്കുറിച്ചും ഓടിച്ചിരുന്ന ട്രക്കിനെക്കുറിച്ചും കാര്യമായ സൂചനകളൊന്നും ലഭിച്ചില്ല. റിട്ടയേർഡ് മേജർ ജനറൽ ഇന്ദ്രാബാലന്റെ നേതൃത്വത്തിൽ ഐബോർഡ് ഡ്രോൺ പരിശോധനയിൽ കൂടുതൽ ലോഹ സാന്നിധ്യമുണ്ടെന്ന് കണ്ടെത്തിയ കോണ്ടാക്ട് പോയിന്റ് 3ലും 4ലും തെരച്ചിൽ പൂർത്തിയായി. ട്രക്കുണ്ടാകാൻ കൂടുതൽ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ ഈ മേഖലയിൽ നിന്നും കാര്യമായി ഒന്നും കണ്ടെത്താനായില്ല. അപകടത്തിൽ തകർന്ന ടാങ്കർ ലോറിയുടേതെന്ന് കരുതുന്ന ചെറിയ ലോഹഭാഗങ്ങൾ കണ്ടെത്തി. ബുധനാഴ്ച കോണ്ടാക്ട് പോയിന്റ് 1ലും 2ലും തെരച്ചിൽ നടത്തും. ഇവിടെ തെരച്ചിൽ പൂർത്തിയാക്കിയ ശേഷം ദേശീയപാതയുടെ ഭാഗത്ത് തീരത്തോട് ചേർന്നും നാവികസേന കണ്ടെത്തിയ സ്ഥലത്തും തെരച്ചിൽ നടത്തും. മേജർ ജനറൽ he has shown all the marks and from the morning 7 o'clock they have started their work. Now only we have to wait. Tomorrow one more point they have shown. No, all 4 points, among that 2 points we have tried, but whatever maximum source we got, it is down below of this where the landsliding is happened. But their identification, Navy and Indrabalan's identification also we have to search first what we have decided yesterday, because Arjun's sister also insisted that Baba, we will see the points first, whatever suggested by ഐബോർഡ് ഡ്രോൺ സംവിധാനം വഴി അടയാളപ്പെടുത്തിയ സ്ഥലത്തിന്റെ വിവരങ്ങൾ കൈമാറാനും തെരച്ചിലിന് സഹായം നൽകാനും ഷിരൂരിലെത്തിയ റിട്ടയേർഡ് മേജർ ജനറൽ ഇന്ദ്രാബാലൻ മടങ്ങി. ബുധനാഴ്ചയും ഷിരൂരിൽ മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട്. ഷിരൂരിൽ നിന്നും ക്യാമറാമാൻ ഷൈജു പിലാത്രയോടൊപ്പം സിജു കണ്ണൻ.